പിന്നെന്താണ്? അതാണ്, അതായത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വേണ്ടപ്പെട്ട ആളുകൾ കാല് വെട്ടിയാലും തല വെട്ടിയാലും കൈ വെട്ടിയെടുത്താലും അവരുടെ കൂടെയാണ്. എന്തൊരു പാർട്ടിയാണ്, അവരുടെ കൂടെയാണ്. അവർ സമ്മതിച്ചു, അത് അത്രയേ ഉള്ളൂ. വാചകം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ പോലെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെ പറ്റി. അവരാരാണെന്നാണ് എക്സ്പോസ്ഡ് ആയത്. അവരുടെ പാർട്ടിയും. എനിക്ക് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടം വരുന്നത്. ഇവരൊക്കെയാണല്ലോ പഠിപ്പിച്ചത് കുട്ടികളെ. തീർച്ചയായിട്ടും അവരൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഒരിക്കലും പോകാൻ പാടില്ല. ഒരു ജനപ്രതിനിധി പോകാൻ പാടില്ല. ഒരാളുടെ കാല് വെട്ടിയ കേസാണ്. ആരുടെങ്കിലും ആയിട്ട് പ്രതികൾ ജയിലിൽ പോകുമ്പോൾ സങ്കടത്തിൽ യാത്രയൊക്കെ ആയിട്ട് ദുബായിക്ക് ജോലിക്ക് പോകണമല്ലേ? ഞങ്ങളാരും ഇതിന്റെ തർക്കത്തിന് പോയില്ലല്ലേ. ഇത് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? വന്നില്ല, ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മറ്റേ വന്നില്ലല്ലോ. അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ, ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നില്ലല്ലോ. അല്ല, മോഹൻലാൽ വരുമെന്നാണല്ലോ പറഞ്ഞത്. മോഹൻലാൽ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. മോഹൻലാൽ ചതിച്ചാശാന് അല്ലല്ല, വരാമെന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. നിങ്ങൾ നോക്കിക്കോണേ. പടത്തിലെ നായകൻ മമ്മൂട്ടിയാണ് പറയുന്നത്. മോഹൻലാൽ വരാമെന്ന് പറഞ്ഞ് ചതിച്ചാശാന്, മെസ്സി ചതിച്ചാശാന് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടാണല്ലോ പകരം കൃഷ്ണൻകുട്ടി നായർ വരുന്നത്. ഓർമ്മയില്ല? സംഘടനാപരമായ കാര്യങ്ങളെല്ലാം KPCC പ്രസിഡന്റ് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കാനില്ല. എനിക്ക് പറയാൻ പാടില്ല. KPCC പ്രസിഡന്റ് തെറ്റായ വാർത്തകളാണ്, എല്ലാം തെറ്റായ വാർത്തകളാണ്. കോൺഗ്രസിൽ അങ്ങനത്തെ ഒരനൈക്യമില്ല. എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ MP-മാരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ വന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൂടിയാലോചന നടത്തിയാൽ പോലെ. MP-മാരെല്ലാവരും ഇവിടെ ഇനി കുറേ ദിവസം പാർലമെന്റ് നീണ്ടു നിൽക്കും. അവർ വീക്കെൻഡിൽ വരുമ്പോൾ ശനിയും ഞായറുമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് മണ്ഡലത്തിലൊക്കെ ഭയങ്കര തിരക്കാണ്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റും CLP ലീഡറും ഡൽഹിയിലേക്ക് വന്നത്. അവരിവിടെ സമ്മേളനം നടക്കുന്നു. അവരായിട്ട് സംസാരിച്ച് തുടങ്ങിയല്ലേ ഞങ്ങൾ. ഇതിനെ അതൃപ്തി വല്ലേ? അല്ല, ഞാൻ അതൊക്കെ KPCC പ്രസിഡന്റ് പറയും. ലിസാകുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കും. നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക. ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ നടക്കല്ലേ. ഒരാൾ വന്നില്ല, ആൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ. എന്തിനാ ഇങ്ങനത്തെ വാർത്ത? എന്നിട്ട് ഇത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം, MP വന്നില്ല, വേറൊരു MP വന്നില്ല. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. ഈ കോൺഗ്രസിൽ നിന്നേ നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്നേ വാർത്തയുള്ളൂ. രാവിലെ ഞങ്ങൾ തന്നെ അന്തം വിടും ചില വാർത്ത കാണുമ്പോൾ. ചിലപ്പോൾ ചിരി വരും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഒന്നും പോലും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും.